നമസ്കാരം. ബോൾബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാഴ്സലോണ വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. ആദ്യ പാദം ബാഴ്സലോണ വിൻ ചെയ്തെങ്കിൽ രണ്ടാം പാദം ബൊറൂസിയ ഡോർട്ട്മുണ്ട് വിൻ ചെയ്തു. പക്ഷേ ആ ഒരു ഗോൾ ഡിഫറൻസ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവർ ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ടായി. ബാഴ്സലോണയാണ് അടുത്തൊരു ഘട്ടത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോർട്ട്മുണ്ടിൻ്റെ ആ ഒരു ഫാൻ ബേസാണ്, അന്യായ ക്രൗഡ് തന്നെയാണ്, ഒരു ബിഗ് യെല്ലോ ആർമി എന്നൊക്കെ പറയാം. ഡോർട്ട്മുണ്ടിന് വേണ്ടി കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലേയേഴ്സാണ് ഗുറൈസി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെച്ചത്. പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. 3 ഗോളുകൾ നേടി, ഹാട്രിക്കുള്ളായിരുന്നു. പിന്നെ നല്ല രീതിയിലുള്ള പാസുകൾ ക്രിയേറ്റ് ചെയ്തു, നല്ല ത്രൂകൾ ക്രിയേറ്റ് ചെയ്തു. ഗോളല്ലാതെ നല്ല രീതിയിലുള്ള അതർ ഷോട്ട് ഓൺ ടാർഗറ്റുകൾ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്. ടോട്ടലി പുള്ളി ഇന്നലെ നല്ല രീതിയിലാണ് ആ ഒരു ഗെയിം പെർഫോം ചെയ്തത്. രണ്ടാമതായി ബെൻസിബൈനിയെ കുറിച്ച് പറയാം. ബെൻസിബൈനിയുടെ ഇന്നലെ ഒരു ഓൺ ഗോൾ ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ തെറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ അറിയാതെ കാലിൽ തട്ടി കയറിയതായിരുന്നു. കോബലിന് അത് പിടിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്പേസിലോട്ടാണ് ആ ഒരു ഗോൾ. പിന്നെ പുള്ളി പക്ഷേ നല്ല രീതിയിലാണ് ഗെയിം ആദ്യം തൊട്ട് കാഴ്ച വെച്ചത്. നല്ല രീതിയിലുള്ള ഇൻ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു, നല്ല ടാക്ലിംഗ് ഉണ്ടായിരുന്നു, നല്ല ലോങ് ബോൾ പാസുകൾ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ക്ലിയറൻസുകളുണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ എന്ത് പറയാൻ, ഒരു നിർഭാഗ്യമാണ് ആ ഒരു ഓൺ ഗോള്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് നിക്ലാസ് യൂലിയനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളി ആ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്തത്. നല്ല ക്ലിയറൻസുകളുണ്ടായിരുന്നു, നല്ല ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. റാഫീനെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂട്ടി എന്നൊക്കെ പറയാം. പിന്നെ നല്ല രീതിയിലുള്ള കീ പാസുകളുണ്ടായിരുന്നു, പിന്നെ നല്ല ഹെഡ് ക്ലിയറൻസുകളുണ്ടായിരുന്നു. ടോട്ടലി പുള്ളി നല്ല രീതിയിലാണ് ആ ഒരു ഗെയിം കൊണ്ടുപോയത്. നാലാമതായി എനിക്ക് അവർ ആ സെൻട്രൽ മിഡ്ഫീൽഡറിനെയാണ് പറയാനുള്ളത്. പാസ്കൽ ഗ്രോബ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. നല്ല രീതിയിലുള്ള ഒരു പ്രസൻസാണ് പുള്ളി ഇന്നലെ ആ ഒരു ഗെയിമിൽ കാഴ്ചവെച്ചത്. നല്ല കോൺട്രുകളെല്ലാം എടുത്ത് പാസ്കൽ ഗ്രോബാണ്. പിന്നെ അതുകൂടാതെ നല്ല രീതിയിലുള്ള കീ പാസുകളുണ്ടായിരുന്നു പുള്ളിയുടെ. നല്ല ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള ത്രൂ പാസുകൾ ഫോർവേഡിലോട്ട് പുള്ളി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല റണ്ണുകളുണ്ടായിരുന്നു, നല്ല അറ്റാക്കിംഗ് മൊമെൻറ്റ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഇൻ്റർസെപ്ഷനുകളുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിലുള്ള ലോങ് ബോൾ പാസും പുള്ളി നല്ല രീതിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറിച്ച് ബാഴ്സലോണയിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ലാമിൻ യമാലിൻ്റെ പൊസിഷനാണ്. പുള്ളി സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കളിക്കേണ്ടത്. പുള്ളി ഈ ഒരു സീസണിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇന്നലെ ആ ഒരു ഗെയിമിൽ കാഴ്ചവെച്ചില്ല. അതായിരിക്കാം പുള്ളീനെ ഇന്നലെ ഹാൻസി ഫ്ലിക്ക് ആ ഒരു സെക്കൻഡ് ഹാഫ് ഒരു 50-60 മിനിറ്റ് ആയപ്പോൾ പുള്ളീനെ ബെഞ്ചിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പ്ലെയർ പുള്ളിക്ക് വരെ ഇറങ്ങുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ക്രോസുകളൊക്കെ ഇന്നലെ ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് കണക്റ്റ് ആവുന്നൊന്നുമില്ലായിരുന്നു. പാസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ രീതിയിലുള്ള ട്രിബിളിങ് എല്ലാം ഉള്ളായിരുന്നു. പുള്ളിയുടെ ഒരു പേഴ്സൺസ് ഇന്നലെ ആ ഒരു ടീമിന് എനിക്ക് മെച്ചമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും പുള്ളി കളിച്ചു. ആ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കളിച്ചു. പുള്ളിയുടെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പുള്ളി ഇന്നലെ ആ ഒരു ഗെയിം കൊണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് റാഫീനയെ കുറിച്ചാണ്. റാഫീന അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അത്രയും ക്രൗഡ് ചെന്നിട്ടും റാഫീന നല്ല രീതിയിലാണ് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തത്. നല്ല രീതിയിലുള്ള ഒരു 4 ക്രോസുകൾ പുള്ളി ഇന്നലെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഗോൾ അടിക്കാൻ അവസരം രീതിയിലുള്ള ഒരു ക്രോസുകളാണ് പുള്ളി ക്രിയേറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത് കരീം അദീമിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. കരീം അദീമി അത്യാവശ്യം ഇന്നലത്തെ കളി നല്ലൊരു പ്രസൻസാണ് ആ ഒരു ഫോർവേഡിൽ കാഴ്ചവെച്ചത്. നല്ല രീതിയിലുള്ള സ്പീഡി റണ്ണുകളുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ഷോട്ട് ഓൺ ടാർഗറ്റുകളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കരീം അദീം ഇന്നലെ ആ ഒരു ഗെയിമിൻ്റെ അവസാനം കാഴ്ചവെച്ചത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഗുറൈസിക്ക് ബോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതായിരുന്നു പുള്ളിയുടെ ഡ്യൂട്ടി. പുള്ളി അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ഗോള് ഷെസ്നിയെ കുറിച്ചാണ്. ഷെസ്നി സത്യം പറഞ്ഞാൽ സൂപ്പർമാൻ എന്നൊക്കെ പറയാം. അമ്മാതിരി സേവുകളാണ് ഇന്നലെ നടത്തിയത്. ഷെസ്നി ഇല്ലെങ്കിൽ ഡോർട്ട്മുണ്ട് കുറച്ചും കൂടെ ഗോൾ അടിച്ചേനെ. അതുപോലെയാണ് ഷെസ്നി ഇന്നലെ ആ ഒരു ഗെയിം കൊണ്ടുപോയത്. പുള്ളി ഷെസ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെസ്നി സത്യം പറഞ്ഞാൽ വിരമിച്ച ഒരു പ്ലെയറാണ്. ആ ഒരു പ്ലെയറിനെയാണ് ബാഴ്സലോണ സൈൻ ചെയ്യുന്നതും ഈ സീസണിൽ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് പുള്ളി കാഴ്ചവെക്കുന്നതും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഷെസ്നി എന്ന് പറയുന്ന ആ ഒരു ബാഴ്സലോണ ഗോൾ കീപ്പർ ഇന്നലെ കാഴ്ചവെച്ചത്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും വീഡിയോയ്ക്ക് കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
എല്ലാ പ്ലേയേഴ്സും മെയിനായിട്ട് പറയത്തില്ല, കാരണം ഇന്നലെ എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏതൊക്കെ പ്ലേയേഴ്സാണ് ആ ഒരു പ്ലേയേഴ്സിനോട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തത്തേ ഉള്ളൂ.